കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയ്ക്കൊപ്പം നിലമ്പൂർ നഗരസഭയിലെയും കരുളായി പഞ്ചായത്തിലെയും വിവിധയിടങ്ങളിൽ വീശിയടിച്ച മിന്നൽ ചുഴലി നാശം വിതച്ച സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായി എംഎൽഎ എത്തി. നിലമ്പൂർ പയ്യമ്പള്ളി, മുതിരി, കരുളായി പഞ്ചായത്തിലെ ചെട്ടി, പൊട്ടിമല, വരക്കുളം മേഖലകളിലും ആര്യാടൻ ഷൗക്കത്ത് എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി. പയ്യമ്പള്ളിയിൽ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന ചീരക്കുഴിയിൽ ചന്ദ്രൻ, ഭാഗികമായി തകർന്ന മംഗലശ്ശേരി ജയചന്ദ്രൻ, ശോഭന, ഇയമ്മടയിൽ വീട് ഭാഗികമായി തകർന്ന ഷീലത്ത് ഫൈസൽ എന്നിവരുടെ വീടുകളിൽ എംഎൽഎയും സംഘവും സന്ദർശനം നടത്തി. മുതിരിയിൽ തകർന്ന മാങ്കുത്ത് സ്കൂളും സന്ദർശിച്ചു. കരുളായി പഞ്ചായത്തിൽ മിന്നൽ ചുഴലി നാശം വിതച്ച ചെട്ടി, പെട്ടിമല, വരക്കുളം മേഖലകളിലെ വീടുകളും കൃഷിയിടങ്ങളും സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് അടിയന്തിരമായി നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്ന് എംഎൽഎ അറിയിച്ചു. പാലോളി മെഹബൂബ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത മോൾ, നഗരസഭാ കൌൺസിലർ ശ്രീജ ചന്ദ്രൻ, തഹസിൽദാർ MP സിന്ധു, കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ കണ്ടങ്ങാപ്പുറം, വൈസ് പ്രസിഡന്റ് EK ഉസ്മാൻ, വില്ലേജ് ഓഫീസർ പ്രീതി, P സുരേഷ് ബാബു, അനീഷ് കരുളായി, P സാജിദ, നിലമ്പൂർ വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, നഗരസഭാ എഞ്ചിനീയർ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അതുപോലെ തന്നെ കരുളായി പഞ്ചായത്തിലുമൊക്കെ വ്യാപകമായി കൃഷിനാശവും വീടുകളും ഒക്കെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 6-ാം തീയതി ഉണ്ടായ ഈ ചുഴലിക്കാറ്റ് അതിൽ വ്യാപകമായി നാശം സംഭവിച്ച പ്രദേശങ്ങളൊക്കെ ഞങ്ങളോട് സന്ദർശിച്ചു. എൻ്റെ കൂടെ തഹസിൽദാറുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ A ഉണ്ട്, ഓവർസിയർമാരുണ്ട്, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറുണ്ട്, കൃഷി ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും വന്ന് ഈ കാര്യങ്ങൾ വിശദമായി വളരെ വേഗത്തിൽ തന്നെ റിപ്പോർട്ട് നടത്തി സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട അടിയന്തരമായ സഹായം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇവിടെ ഈ കാര്യം റവന്യൂ മിനിസ്റ്ററുമായും മുഖ്യമന്ത്രിയുമായും അതുപോലെ തന്നെ കലക്ടറുമായൊക്കെ വളരെ വിശദമായി തന്നെ സംസാരിച്ചു. എത്രയും പെട്ടെന്ന് അതിൻ്റെ റിപ്പോർട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് സർക്കാരിൻ്റെ ഭാഗത്തുള്ള സഹായങ്ങൾ വളരെ പരമാവധി വേഗത്തിലാക്കാനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ. KSFE വളാഞ്ചേരി ബ്രാഞ്ചിൽ ഉടൻ ആരംഭിക്കുന്നു 100 മാസ ചിട്ടി. 25 ലക്ഷം രൂപയുടെ ചിട്ടി. വീട് പണിയാൻ, ബിസിനസ്സിന് എല്ലാത്തിനും അനുയോജ്യം. വളാഞ്ചേരി ബ്രാഞ്ചുമായി ഉടൻ ബന്ധപ്പെടുക.